आप सबका स्वागत है अपनी फेवरेट रिएक्शन चैनल में। और आज हम लेके आए रनवे मूवी के सीन 4 का रिएक्शन। और जो है अभी ये कहाँ से अब ये पुलिस स्टेशन से निकलेंगे या फिर इनकी क्या लाइफ आगे होगी वो देखना होगा। तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। बेचारे के साथ बहुत बुरा हुआ। ഗോപിക ആ എന്താടോ ആ ആ താൻ പോയി ദിവാനോട് വരാൻ പറ ഇരിക്കടോ कितनी सिंपल लड़की है वो സർ സി ബ്ലോക്കിൽ ചിന്നാടനും പരമശിവനും തമ്മിൽ വീണ്ടും തല്ലുണ്ടായി. അവൻ പല തവണയായി अरे ചിന്നാടനെ ये വിട്ടിട്ട്. देख लेगी താൻ പോയി തൂക്കിയെടുത്തോളൂ ആടോ. ആ ओ പരമേശ്വരൻ नहीं ഇവനൊക്കെ എന്തിന് नहीं സൂക്കേടാണ്? यार മറ്റുള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറുന്ന നിനക്ക് ഇവനോട് മാത്രം എന്താ ഇത്ര വലിയ സൂക്കേട്? അവനാണെങ്കിൽ സൂപ്രണ്ടിന്റെ ആളും ओले ഞാൻ വതളങ്ങിയ एसपी उसकी साइड ही लेगा। इसीलिए इसको बुलाया था। എനിക്കും ജീവിക്കണ്ടോ? അച്ഛന്റെ അസുഖം എങ്ങനെയുണ്ട്? പ്രഷർ ओ പെട്ടെന്ന് नो रे यहीं बैठे हैं। കുഴഞ്ഞു വീണു. ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ओ नो ഇവിടെ ഇപ്പോ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് നേരിട്ട് പറയാൻ വന്നതാ. ഓ ഇങ്ങോട്ട് കൊണ്ടുപോടോ. ചെല്ലറ കട ओ झूठा कोई भी दुबई में बहरी गूंगी बीवी नहीं है। एक्सपति झूठा देख लिया। ओ माय गॉड ये क्या हो गया ഇന്നത്തെ എല്ലിന്റെ കാര്യമാണ്. अरे यार और देखा भी पिटते हुए। മോളെ നീ പോലും വാ. क्या ये बताएगी अपने अंकल को बिल्कुल भी नहीं। मतलब ये सच अभी सिर्फ गोपिका को ही पता है। उसको कितने झटके लगे हैं यार വാ. रिलेशनशिप में कम है, ट्विस्ट वाली मूवी में ज्यादा। फिर ट्विस्ट बहुत मारा है। ഇനിയിപ്പോ വീട്ടുകാരറിയും, നാട്ടുകാരറിയും. मुझे नहीं लगता वो नहीं बताएगी। बताएगी। എന്റെ കുടുംബം മൊത്തം ഇവിടെ എത്തും. ഞാൻ ഈ കളിച്ച കളിയൊക്കെ मुझे सारे काम करवाते हैं क्या പരമശിവം നിനക്കൊരു വിസിറ്റർ ഉണ്ട്. വാ. जिक्र है अरे यार गोपिका ही होगी मदर, उनको तो माँ का डर है। नहीं नहीं वो नहीं गोपिका होगी होगी। गोपिका ही होगी वो थोड़ी बताएगी घर पे ऐसे अच्छी लड़की है वो Oh yes. यस Why? झूठ क्यों बोला मुझसे उसको नहीं पड़ी होती तो बेटा वो छोड़ देती उसको हाँ। पर वो आई है बात करने നിങ്ങളുടെ ദുബായ് താൻ എന്താ എന്റെ അടുത്ത് പറഞ്ഞത്? അന്ധയായ പെൺകുട്ടി തനിക്ക് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന്. അതും ക്രിസ്ത്യാനി ഷേക്കിന് വേണ്ടി. അല്ലേ? അച്ഛനും കൊച്ചച്ഛനും അറിയാതെ ഞാൻ ഇവിടെ വന്നത് നിങ്ങളെ കണ്ടിട്ട് എന്റെ വർത്താനം പറയാനാ. ओ പാവ അമ്മ മൂത്ത മോനെ കുറിച്ച് പറയുമ്പോ ആയിരം നാവാ. Oh. ഒരു കുടുംബം മുഴുവൻ അവിടെ നിങ്ങളെ സ്നേഹിച്ച് കൊല്ലുക. എന്നിട്ട് ഇനി അവരെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാവരും അറിയണം. मत नहीं। बताओ। ഞാൻ അറിയിക്കും. नहीं അറിയിച്ചോളൂ. കുട്ടി പറഞ്ഞത് ശരിയാ. ഞാൻ എല്ലാവരും പറഞ്ഞു പറ്റിക്കുക. മനഃപൂർവ്വ. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ജയിലിൽ കിടക്കണമെന്നോ? സത്യം പറഞ്ഞ അവരുടെയൊക്കെ സന്തോഷം നശിപ്പിക്കണമായിരുന്നു ഞാൻ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. ഈ കൈകൊണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല. മാസം മാസം എന്റെ വീട്ടിലെത്തുന്നത് അതുകൊണ്ട് അവരൊക്കെ അവിടെ अब शायद इनको तरस आ जाए। ജീവിതത്തിൽ ഈ നിമിഷം വരെ इनको स्टोरी नहीं पता ना उनकी താനിപ്പോ പറഞ്ഞില്ലേ എല്ലാരും ഞാൻ ചതിച്ചെന്ന്. പരോളിന് ഇറങ്ങി എനിക്ക് വേണമെങ്കിൽ തന്നെ കല്യാണം കഴിക്കായിരുന്നു. അതിനുശേഷമാണ് താൻ എന്നോട് വെച്ച് കാണുന്നെങ്കിലോ? ഞാനൊരു ക്രൂരനും കൊലപാതകമായിട്ട് തനിക്ക് തോന്നുന്നുണ്ടെങ്കില് പറയാം. अरे എല്ലാം പറയാം. എല്ലാരോടും പറയാം. क्या करेंगे ये ഒരു കള്ളക്കഥയുണ്ടാക്കി തന്നെ ഞാൻ വിശ്വസിപ്പിക്കാൻ बताओ। ശ്രമിച്ചത് തന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല. ओ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ. आहा। और उन्हें भी प्यार तो है ही। कन्फेस करके चले गए देखा जाए तो उनकी केयर तो की है। हाँ
6 months later परमेश्वरम was released from the prison. खत्म 6 महीने में नहीं 4 साल हो गए थे ना पूरे इनको. എടാ എന്നെ നിന്റെ ഒപ്പം ഇറക്കി വിട്ടാ മതി ഇവിടുത്തെ ഏമാനോട് കാല് പിടിച്ച് ഞാൻ പറഞ്ഞു കേട്ടില്ല ദേ ചവിട്ടി പുറത്താക്കി वाओ ये भी रिलीज हो मुझे तो इससे पहले നമ്മുടെ ആൾക്കാരെയും കണ്ടില്ലേ? ആ, അവർക്ക് क्या आदमी. നീ വിഷമിക്കണ്ട അത്യാവശ്യം ദുബായ് സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട് പിന്നെ ഒരു ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പും ഞാൻ അടിച്ചു മാറ്റി ड्यूटी फ्री शॉप चोरी कर ड्यूटी फ्री होगी कोई भी करते चोरी का तो चोरी था. आ गए घर അമ്മയെന്ന് അറിഞ്ഞാണല്ലേ? भाई क्या कैरेक्टर है वो यार. അനിയ ആ കണ്ണാടി ഒന്ന് തിരിച്ചു ചുമ്മാ ഇല്ല. चुप रहे किसी ने भी नहीं देखना उनको. पर सीरियस है. अरे वो ये अभी भी वेट कर रही है फ्रॉम दुबई ഷൂ അല്ല ചെരുപ്പ് അങ്ങോട്ട് നോക്കിയേ सैंडल അവളെ കണ്ടിട്ട് എന്ത് തോന്നണം? എന്തെങ്കിലും തോന്നിയാ തന്നെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നാൻ പാടില്ല. നീ കെട്ടാൻ പോണ പെണ്ണല്ലേ അവൾ എനിക്ക് എന്റെ അമ്മയെ പോലെ. मदर ओ सिस्टर बोलना था അവൾ എന്റെ അമ്മയോട് എല്ലാം സത്യം പറഞ്ഞു കാണുമെന്ന്. ഏയ് ലക്ഷണം കണ്ടിട്ട് ഒന്നും വിടാതെ പറഞ്ഞ പോലെ ശ്ശോ. और माँ का रिएक्शन क्या ऐसे है? यूजुअल बेचारी काम ही कर रही है മോനെ ഉണ്ണി नहीं बताया. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജയിലിൽ കിടന്ന കാര്യം വിശ്വസിക്കാൻ പറ്റില്ല नहीं बताया ഉണ്ണി ഏയ്, ഇനി നിന്നെ ഞാൻ ഉടനെ ഒന്നും ദുബായിക്ക് വിടില്ല. അയ്യോ ഇനി ദുബായിക്ക് തിരിച്ചു പോകണ്ടമ്മേ ശിക്ഷ കഴിഞ്ഞില്ല अरे അല്ല ഈ വഹാബേ. ആളുടെ കൂടെ പണിയെടുക്കാന്ന് പറഞ്ഞാ അതിലും വലിയ ശിക്ഷ ഉണ്ടോ? ഇവന് മനസ്സിലായില്ലേ? പൊറിഞ്ചു. അന്ന് വന്നപ്പോ വേറെന്തോ ബിജു, പേരാണ് ബിജു. പറഞ്ഞത്. അതെ ബിജു बीजू ഈ അറബികൾക്ക് ബിജു എന്നുള്ള വാക്ക് നാവില് വഴങ്ങില്ല അതുകൊണ്ട് അവര് പൊറിഞ്ഞു പൊറിഞ്ഞെന്നാ വിളിക്കണതേ ഉദാഹരണത്തിന് പൊറിഞ്ഞ്. സോഡേനെ അമ്മ സോഡാന്നല്ലേ പറഞ്ഞത് എനിക്ക് സോഡാന്ന് പറയാൻ അറിയാൻ പാടില്ല ഞാൻ ഷോഡാന്നാ പറഞ്ഞത്. छोड़ा അമ്മ ചായ വേണം. छोड़ा वो अरब बीजू नहीं बुला पाते पोरिंजू बुला दिया. അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ആ പറഞ്ഞു പറഞ്ഞു. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയാം. പറയും പറയും അമ്മേ ഞാൻ എന്നെ നീ തിരിച്ചു വന്നാലുടൻ അവളെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ കാര്യവും ഞാൻ അറിഞ്ഞു. ये कब बोला? അവളെ പറഞ്ഞില്ലേ അവൾ അങ്ങനെ പറയൂന്ന് അവളെന്താ അങ്ങനെ പറഞ്ഞു? ये लोग अभी भी रेंट पे ही रह रहे हैं यहाँ पे ഹലോ हाँ जी. ഹലോ पूरा एटीट्यूड बदल गया ഇത്രയൊക്കെ സുഖായിരുന്നോ? ഫ്ലൈറ്റിൽ വന്നവർക്ക് സുഖമായിരുന്നു നമ്മള് തമ്മിൽ ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. फ्लाइट कैसी थी? जो चढ़ा था उसके लिए अच्छी थी. ജയിലില്. अरे ये क्या है അങ്ങോട്ട് വാടക എടുത്ത സാധനം रेंटेड चश्मा अरे यार उन्हें यही पसंद था. उन्हें लाइफ में बैड गाइस ही चाहिए थे. അച്ഛനെ കണ്ടില്ല. അതിനിത് പള്ളിയല്ലല്ലോ അച്ഛൻ വൈദ്യുതി പോയിരിക്കും. ആ കുഴപ്പം അങ്ങനെ പോയതായിരിക്കും എന്നെ ജയിലിൽ പിടിച്ച് ഒരു എപ്പിസോഡ് പോലും വിടാതെ കുട്ടി കണ്ടതല്ലേ ഒരു മിനിറ്റ്. ഒരു ഒന്ന് മിനിറ്റ് ഇങ്ങോട്ട് വരൂ. ഒരൊറ്റ മിനിറ്റ് എന്താണ് സീക്രട്ട് ആണാ കണ്ടോ അതെടുത്തേ. मारो और मारो ये सही तरीका किया. चाहिए उन्हें കുട്ടികളുടെ മുമ്പിൽ ആളാവരുത്. Oh my god. എന്താടി ये क्या था ആ എന്താടി ഏട്ടനെ കണ്ടിട്ട് പഴയ പോലത്തെ ഒരു സന്തോഷമില്ലാത്ത? रो रहे हैं എന്തിനാ മോളെ? क्या हो गया? നിന്റെ മുഖം കണ്ടാൽ എനിക്ക് इनको അറിഞ്ഞൂടെ कोई अच्छा लग എന്താ गया है പ്രശ്നം? ഏട്ടാ കറിയാച്ചൻ ഇന്ന് കോളേജിൽ वो വന്നിരുന്നു. करियाचन കാശിന്റെ കാര്യം പറഞ്ഞ് ലോൺ കുട്ടികളെ വാല. കൂട്ടി വെച്ച് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. അമ്മേ അമ്മേ എന്താ മോനെ? ആ കറിയാച്ചൻ ഈ മാസത്തെ കാശ് കൊടുത്തില്ലേ? 6 മാസമായിട്ട് നീ കാശ് You haven't sent any money? भाई ने पैसे नहीं भेजे. धोखा भाई जिंदा तो है അപ്പൊ നമ്മുടെ കാശ് ഇവിടെ ബ്ലോക്ക് ആയിണ്ടല്ലോടാ. എന്തായാലും കറിയാച്ചൻ എനിക്കൊന്ന് കാണണം. साथ में. കറിയാച്ചൻ ഉണ്ടോടോ? ആരാ? എന്താ കാര്യം? വേണ്ട करने की क्या जरूरत थी Aggression. ദുബായിക്കാരൻ എപ്പോ എത്തി കേൾക്കോ प्लीज उन्होंने ऊपर तक चढ़ा लिए चालू करो चलो എന്റെ പൊന്ന് കറിയാച്ചൻ अरे കുറച്ച് കരുണ കാണിക്കണം. ദേ കണ്ടാ ഉണ്ടാവും. അതെന്നതാ സാധനം എന്റെ ലൈഫ് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ കറിയാച്ചന് കാശ് തരാനുള്ളത് നേരാ. പക്ഷെ അതിന്റെ പേരില് അമ്മയും പെങ്ങളെയും ചീത്ത പറയുന്നത് മര്യാദയാണ് അച്ചായ. എന്റെ അമ്മയും പെങ്ങളെയും ഒന്നും അല്ലല്ലോ ഞാൻ ചീത്ത പറഞ്ഞേ നിന്റെ അല്ലേ वाह ആ ഇനി സെറ്റിൽമെന്റിലേ കിടക്കാം മുടക്കിയ തവണകളും അതിന്റെ പലിശയും പലിശയുടെ പലിശയും മേശപ്പുറത്ത് വെക്കാൻ എനിക്കിത്തിരി സാവകാശം തരണം. എന്തിന് മേശപ്പുറത്ത് വെക്കാനോ അതല്ല
ദുബായ് നയിച്ച കാശ് ഇതുവരെ എത്തിയിട്ടില്ല. ആഹാ. എത്തിയാലൂടെ കറിയാച്ചന്റെ കണക്കാൻ തീർത്തോളാം. തീർക്കാൻ പോകുന്ന എന്റെ കണക്കാണോ അതോ കാശിന്റെ കണക്കോ? ചേട്ടന്റെ കണക്ക് ചേട്ടന്റെ കാശിന്റെ കണക്ക്. ആ എങ്കിൽ എന്റെ കണക്ക് എപ്പ ക്ലോസ് ചെയ്യും പറ. അത് കാലനല്ലേ അറിയൂ. ഈ എലുമ്പനേതാ? എന്റെ ഫ്രണ്ടാ. എങ്കിൽ ഈ ഫ്രണ്ടിനോട് എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ, ഇല്ലെങ്കിൽ ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ട് അരേ എനിക്ക് വാ. തോന്നുന്നു. ആ. ഇപ്പോഴത്തെ ഷേപ്പ് ചെയ്ത് ഷേപ്പ് മാറി വല്ലാത്ത ഷേപ്പായി പോകും. അതിന് പുറത്ത് നിന്നോട്ടെ. तो उससे सच रुका नहीं जाता. എന്റെ കറിയാച്ച ഒരു മാസത്തിനകം ഞാൻ മുടക്കം വരുത്തിയ തുക തന്നു നിർത്തോളാം. ബാക്കി ഒരു 6 മാസത്തിനകം 6 महीने में. സമ്മതിക്കണം. പലിശ കൂടും. എന്ത് വേണേലും തരാം. ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കരുത്. चलो ठीक है. തെറ്റിച്ച ഞാനും ശോശാമ്മ നിന്റെ തറവാട്ടിൽ കയറി നിരങ്ങും. വേഗം വാ, ഫ്ലൈറ്റ് പോവും. अब कौन सी फ्लाइट? अच्छा अभी वो शायद वो भाई के साथ रहने जा रहे हो. ഏയ് എന്താ ഭാരതീയമേ ഇത്? മോനെ യാത്രയാക്കുമ്പോ സന്തോഷത്തോടെ യാത്രയാക്കണ്ടേ? കാശില്ലാതെ ഞാനിവിടെ നിന്നാലേ ആ കറിയാച്ചന്റെ കടം എങ്ങനെ വീട്ടും? 1 മാസത്തെ അവധി പറഞ്ഞിരിക്കല്ലേ. പിന്നെ കറിയാച്ചന്റെ കാര്യങ്ങളൊന്നും ബാലുവിനോട് പറയണ്ട. ട്രെയിനിങ് സമയത്ത് അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. കരയല്ലേ? अब तो बालू पुलिस ऑफिसर है. ആ ബാഗ് എടുത്താ. उसको देख रहे हैं. गोपिका. കണ്ടില്ല, യാത്ര പറഞ്ഞില്ല അല്ലേ? ആ ബാഗ് എടുത്തോണ്ട് വെച്ച്. ആ അതേ വന്നല്ലോ. अरे अरे ये तो अंकल है यार. ഇങ്ങനെ കണ്ടിട്ട് എന്തിനാ? വരട്ടെ. वो कहाँ गई? बाहर आई नहीं यार. Shit यार. अरे ये रही. क्या स्टार्क ब्लू कलर पहना है. कुछ बात तो करो. वहाँ पे उनके पापा थे ना इसीलिए. ഞാൻ സത്യമായിട്ടും ദുബായിലേക്ക് തന്നെയാണോ പോണേ? बिल्कुल नहीं. इस बार हाँ. സത്യമായിട്ടും. ശരിക്കുള്ള ദുബായിലേക്ക്? അതെ. अभी भी झूठ. താങ്ക്സ്. ആരോടൊന്നും പറയാത്തതിന്. कितना शर्माती है यार वो. ओ ये तो डन हो गया. इट्स लाइक अ यस. ഞാൻ വരും. I'll be back. मैं वापस आऊंगा. वो हाथ ही नहीं धोएगी अपना आज. बाल कितने घने हैं उसके. इतने heavy. ഞാൻ എയർപോർട്ടിൽ വന്ന് ടാറ്റ പറഞ്ഞ് യാത്ര അയക്കാനല്ലേ കൂടെ വരണത്. നീ വരുന്നുണ്ടോ ദുബായിക്ക്? എനിക്കതിന് പാസ്പോർട്ടും വിസ ഒന്നും ഇല്ലല്ലോ. ഈ ദുബായ് പോകാൻ പാസ്പോർട്ടിന്റെ വിസയുടെ दूसरा दुबई है. വെറും ചെങ്കൂറ്റ മാത്രം മതി. Oh. Some ചങ്കിട്ടോ? courage. അതേത് ये ദുബായ്? बोर्ड से जा रहे हैं वापस. വാളയാർ. वाले यार भाई के पास यहाँ तो नाम चलता वो है. ट्रकें चल रही है. अब तो बहुत बड़ा हो गया बिजनेस. तो पैसे क्यों नहीं आए? वही इनको तो. डालना. कहाँ जा रहे हैं ये? हाँ. यहाँ पे? पर इनका तो बिजनेस बहुत बड़ा हो गया है. वो तो गाड़ी बंगला सब था. अरे ऐसी हालत क्यों होगी है? ശിവ, क्या हुआ है? कैसे हुआ? ഒക്കെ പോയടാ. हाउ ഇവളുടെ കെട്ടുതാലി വരെ വിറ്റിട്ട അവസാനമായിട്ട് നിന്റെ വീട്ടിലേക്ക് പണം അയച്ചു. ഇനി വിൽക്കാൻ ഒന്നുമില്ല. कुछ बचा ही नहीं है. നീ പോയ ശേഷം ആകെ ഒരു രാശിക്കുറവാ. ओ यही थे वो जो करवा ഒരു रहे थे. ലോഡ് सही कहा. പോലും മനസമാധാനത്തോടെ കടത്താൻ പറ്റിയില്ല. ലോഡുമായിട്ട് വരുന്ന വഴിക്ക് മുന്നിൽ പോലീസ്. ഞാൻ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതും എതിരെ വന്ന ഒരു കാർ എന്നെ ഇടിച്ചു उनके पैर. ഇടിച്ചതാണോ ഇടിപ്പിച്ചതാണോ എന്ന് അറിയില്ല. പിന്നൊന്നും ഓർമ്മയില്ല. ബോധം വീണപ്പോ Lost a leg. കണ്ടില്ലേ? लगा ही. अरे यार किसी के साथ कितना बुरा हो सकता है यार. हाँ वो हो गया है. ചികിത്സയ്ക്ക് ലക്ഷങ്ങളായി. വീടൊക്കെ ആ വഴിക്ക് പോയി. കാല് പോയതോടെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി. വെറും വേസ്റ്റ്. വണ്ടി ഓടിക്കണമെങ്കിൽ വലത് കാല് വേണ്ടടാ ആക്സിലേറ്റർ ചവിട്ടാൻ. ओ പോലീസ് വരുമ്പോ ഇറങ്ങി ഓടാനും വേണ്ടടാ കാല്.
अरे यार मतलब ये तो काम नहीं कर सकते. नहीं कर सकते. ഞാൻ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞതാ, പക്ഷേ അപ്പൊ സമ്മതിച്ചില്ല. ഇവൻ എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കാൻ പറ്റൂടാ. नहीं यार इसको तो पढ़ाओ. ശിവ, നീ വന്ന വിവരം വാളയാർ മുഴുവൻ അറിഞ്ഞു. നിനക്ക് സുഖമല്ലടാ? अब इनको ही कुछ നീ करना ഇനി पड़ेगा. എപ്പോഴാ തിരിച്ച് നാട്ടിലേക്ക്? ഭായി നിലയിലെ नहीं जाएंगे वापस. തൽക്കാലം നാട്ടിലേക്കില്ല. പിന്നെ നമുക്ക് Business back. वापस करेंगे पूरा. നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങിയാലോ ഭായി? दोबारा हाँ. से क्या बात है खुश यार. हो गए. കേക്കടാ, കിന്നാരന്മാർ That's the സമ്മതിക്കില്ല. spirit for ഭരണം spirit. മാറി. പണവും സ്വാധീനവും ഇപ്പൊ അവരുടെ ഭാഗത്താ. ഇപ്പൊ ചെക്ക് പോസ്റ്റ് മുഴുവൻ അവരുടെ കൺട്രോളിലാ. അവർക്കില്ലാത്ത ഒന്നും നമുക്കില്ലേ ഭായി? ബുദ്ധി. बुद्धि. എന്നാലും കുറച്ച് കാശ് കൈ വേണ്ടടാ. ആ സത്യമൂർത്തി സഹായിക്കാതിരിക്കില്ല. നമ്മളും ഒരുപാട് ഉണ്ടാക്കി കൊടുത്തല്ലേ, ശ്രമിക്കാം ഭായി. कैसे बचाएंगे? ഓഫാക്കണോ? എങ്ങോട്ടാ ഇത്ര ധൃതിയില്? പഴയ കള്ളന്മാര് തന്നെയാണല്ലോ. എന്താടാ പരമേശ്വരം, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയ? जेल से आ गया. അവിടെ എങ്ങനെ സ്ഥിരം കിടക്കാൻ പറ്റുമോ സാറേ? പണ്ടൊക്കെ ഈ പരമശിവത്തിന്റെ ലോറികൾ ചീറിപ്പാഞ്ഞു വരുമ്പോ ഈ ചെക്ക് പോസ്റ്റ് പടപടാന്ന് തുറക്കാറുണ്ട്. അതൊക്കെ പണ്ടല്ലേടാ. കുറച്ച് സാധനം വണ്ടിയിലുണ്ട്. Some ഒന്ന് stuff. നോക്കി തന്ന് കാശ് വീട്ടിലെത്തിച്ചേക്കാന്ന്. मुझे लग रहा है ये इनको ही फंसाने वाले हैं. हाँ. ഞാൻ പറയാതെ ഒറ്റ വണ്ടി കടത്തി വിടരുത്. എന്താ സാർ പ്രശ്നം? എന്താ നിനക്ക് അറിഞ്ഞൂടാ? വെറുതെ എന്റെ സമയം മെനക്കെടുത്തില്ല സാറേ, എനിക്ക് വീട്ടിൽ ധൃതിയുണ്ട്. क्या हुआ? എന്തിന് പബ്ലിക്കായിട്ട് സ്പിരിറ്റ് കൊണ്ടുവന്നിട്ട് നിന്ന് കുറയ്ക്കുന്നതാ പന്നം. Smuggle spirit. കേറി പരിശോധിക്കണോ? और मुझे लगता है अभी ये कुछ नहीं लाए होंगे. हाँ, ये कुछ इनका और होगा. स्कैम था. इतना कॉन्फिडेंस था, पता चल रहा है. ए अमीर भी आ गया आदमी. इनका ओपोनेंट. अच्छा वो हाँ. हाँ. जो नहीं चाहते बिजनेस कर अब पाए. आया उस पहाड़ के नीचे. ये लोग रेडी थे घर से. Sit back donkeys. എന്തായടോ സാറേ? ഇത് വെറും വെള്ള. पानी है. വെള്ളമോ? ഒന്നുകൂടെ ഒന്ന് മണത്ത് നോക്കണോ? എങ്ങനെ മണത്ത് डूब നോക്കിയാൽ गया ഇത് വെറും उसमें. पानी तो पानी रहेगा. हाँ. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ. ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ. പച്ചവെള്ളം വിറ്റിട്ടെങ്കിലും നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ സാറേ. അല്ല സാറേ, पानी को कौन रोक सकता है? അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റാണോ? അല്ല സാറേ, സാർ എന്നെ പണ്ട് ഒരുപാട് സാറേ എന്ന് വിളിച്ചിട്ടുള്ളല്ലേ. എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് अब വാങ്ങിച്ചു. बदल गया है. ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല സാറേ. സാറൊക്കെ പഴയ സാറല്ല, പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ. നിർത്തണ നിന്റെ ഈ സാറ് വിളി. നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. സാറേ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം. വരട്ടെ സാറേ. വെറുതെ സാറേ. എന്താ സാറേ? अरे अरे सारे ഹായ് അടി ഹായ്. സാക്കേ. आदि വർക്കിച്ചായോ? എന്നാടോ ഒരു സ്നേഹമില്ലാതെ? വർക്കിച്ചായോ, ഇതെന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി നടത്താൻ പറ്റില്ല എന്ന് വെച്ച് നമുക്ക് നമ്മുടെ തൊഴിൽ നിർത്താൻ പറ്റണോ? ओ കൂറിനുള്ളിൽ 24 घंटे के अंदर अंदर इस चेक पोस्ट से ही जाएगा मेरा माल. कैसे? हाँ, रोकना है तो रोको. हाँ. रोक सकते हो तो रोक लो. दिखाओ अपनी हिम्मत. ഇന്ന് അവന്റെ ലോഡുകൾ കേരളത്തിലെത്തിയാൽ പിന്നെ നമ്മൾ ഗോപി വെച്ചാൽ മതി. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവന്റെ ഒരു പുണ്ണാക്കം കടന്നു പോകില്ല. നീ ആ ചെക്ക് പോസ്റ്റിലേക്ക് വിളിക്കണ. अब ये हाई अलर्ट पे रहेंगे. വാളയാർ ചെക്ക് പോസ്റ്റ്. तो ये तो पुलिस वाले इनके साथ मिले हुए हैं. ആ അവനുണ്ടല്ലോ ആ പരമശിവം വീണ്ടും ഒരു അംഗത്തിനുള്ള പുറപ്പാടില്ല. നീ ഒരു പേനയും പേപ്പറും കൊടുത്തേ. എന്നിട്ട് എന്റെ വണ്ടികളുടെ നമ്പർ ഒക്കെ ഒന്ന് കുറിച്ചെടുത്തോ. ഈ നമ്പർ ഒഴികെ മറ്റേത് വണ്ടി വന്നാലും പിടിച്ചോണം. ഇതൊരു ഒരു मेरी व्हीकल के अलावा सारी व्हीकल रोकनी है. ओ പറഞ്ഞു വിടറാ നമ്മുടെ വണ്ടിയുടെ നമ്പർ. सारे नंबर दे रहे हैं. നോട്ട് ചെയ്തോ. TN4 2255. Okay. T Oh. 2255. 2255 അല്ലേ? ഓക്കേ. KL9 3663. KL9363. നമ്മുടെ 3 വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നമ്പറുകൾ ചേഞ്ച് ചെയ്യണം. അതിനുശേഷം ആദ്യം ചെക്ക് പോസ്റ്റ് കിടക്കുന്നത് നമ്മുടെ ഈ 3 हाँ हमने एक बार देखा है. देखा है ആദ്യത്തെ വണ്ടിയിലെ കിളിയായിട്ട് നീ ഉണ്ടാവണം. ആര് ചോദിച്ചാലും सिर्फ ചിന്നാണെന്ന് अकेला ये പറഞ്ഞു सीन देखा था. हाँ चेंज कर दिया था वो. चलो. आइडिया है यार. वाह. നമസ്കാരം. ചിന്നാടൻ മുതലാളിയുടെ ലോറികളാ 3 ലോഡുണ്ട്. എന്താണ് വണ്ടിയില്? പെട്രോളാ? അല്ല ഡീസലാ. കുറുപ്പേ സർ
ചിന്നാടന്മാരുടെ ലോറിയാണ് इनको जाने दो ആ നമ്പരല്ല ഒന്ന് ചെക്ക് ചെയ്ത് सिर्फ नंबर देख लो वही है എന്താ സാറേ? എന്താണ് കോഡ് കാലാപ്പാനി, ചിന്നാടന്റെ കാലാപ്പാനി. सब पता है ശരി ശരി എന്റെ കണ്ണിലോടാണ് സാർ അനുഗ്രഹിക്കണം. ശരി, ശരി. ആ, എടുത്തോ. वाह भाई कर दिया स्कैम बढ़िया अब ओरिजिनल भी तो आएंगी उनको पकड़ लेंगे എവിടെ പോയി എവിടെ ഉണ്ടോ മുതലാളി എന്താ മുതലാളി ചെക്ക് പോസ്റ്റിലൊക്കെ പറഞ്ഞു കോഡ് മറക്കണ്ട, കാലാപ്പാനി. काला पानी अब इनके साथ क्या चंचल। करेंगे चंचल ये तो फंस नहीं आ रहे तो मतलब जब इनकी ये जो ट्रक्स जाते हैं तब वो लोग साथ में तो नहीं होते है ना हाँ, इनके वो ड्राइवर्स होंगे बस നമസ്കാരം. अरे आगे आए हैं സോറി സാറേ. അയ്യാ ഒന്ന് പൊക്കി തരണേ. वो मुझे याद आ रहे थी ये उनकी ट्रक पकड़वा देंगे हाँ जानबूझ के रोका है ना हाँ, और जानबूझ के इनको तभी वहीं उनके करवा आगे दे। चल रहे हैं ना हाँ പ്ലാച്ചുമടക്കുള്ള കുടിവെള്ളമായിരിക്കും ഏടാ അല്ല സ്പിരിറ്റാ. കീറി പൈസ ചോദിക്കണം इन्होंने क्या ड्राइवर्स बदले क्या किया है नंबर नहीं प्लेट सेम अपने कर वाले दी। टैंकर निकाल दिए और उनके टैंकरों के आगे अपनी गाड़ी रख दी तो इनको लग रहा है इनकी ये गाड़ी हाँ, എനിക്ക് മാത്രമല്ല സാറേ, ഇവിടെ നിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരുടെ വിചാരം അതാണ്. ആ സ്പിരിറ്റാ സാർ, ഇതിലെ സ്പിരിറ്റാ സാർ, ഇതിലും സ്പിരിറ്റാ പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. കൈയ്യെടുക്ക് സാറേ. ഏയ് ओह मेरी नहीं है नहीं है मेरे ट्रक्स ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് ചേർത്തുന്നതിന് എന്റെ മെക്കട്ടങ്ങനെ കേറിയണ്ടല്ലോ. आ गए ओह ये सोचेंगे हो क्या रहा है वाह ഹായ്, അടി സാർ. हाय हाय വണ്ടിയുടെ മുമ്പിലല്ലേ സ്കൂട്ട് വരുന്നത്? ഇവരെന്നെ സംശയിച്ചില്ലയോ? നീ വടാ എന്നതാണോ പ്രശ്നം ഈ ലോറികൾ ആരെന്നുള്ളതാ പ്രശ്നം. ആ ഇതെന്റെ ലോറികൾ തന്നെ My vehicles എല്ലാരും കേട്ടല്ലോ, കള്ള സ്പിരിറ്റുമായിട്ട് വന്ന ഈ 3 ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ട വർക്കിച്ചിന്റേതാണെന്ന്. ഇത് നമ്മുടെ ലോറികളല്ല അത് തന്നെയാണോ ഞാൻ പറയാൻ വന്നത് ഇത് നമ്മുടെ ലോറികളല്ല ഇത് വർക്കിച്ചിന്റെ ലോറി തന്നെ. ഇത് കൊച്ചുവള്ള പേരിലായിട്ടിരിക്കുന്ന ചഞ്ചൽ ഇതെന്റെ ലോറികളേ അല്ല അല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഓക്കെ, വർക്കിച്ചതിന്റെ ലോറികൾ അല്ലെങ്കിൽ നമുക്ക് പിടിച്ച് അകത്തിട്ടല്ലോ സാറേ. सीज करो ഉടമസ്ഥൻ വരുമല്ലോ, അപ്പൊ അയാളെ വിളിച്ചാൽ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? क्या സാറിന് ടോയ്ലറ്റ് പോകാൻ वो പറ്റുന്നുണ്ടോ? मान नहीं रहे कि हमारी गाड़ी है हाँ तो कह रहे सीज कर कर लो लो വർക്കിച്ചായ ഒന്ന് ഇങ്ങോട്ട് വന്നേ. आओ 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 ഇങ്ങോട്ട് വന്നേ, ഞാനല്ലേ വിളിക്കണേ. വർക്കിച്ചിന് ലോറി ലോഡ് അടക്കം വൻ നഷ്ടം വരുമെന്ന് എനിക്കറിയാം. വർക്കിച്ചിന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികള് 1 മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു. ഇനി മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല. ഓ ആ, എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ കയറ്റി കളിച്ചത്. ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ടെ. ओ ये तो सैंपल തൃശ്ശൂർ है പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. क्या बात കടവേ, ആ, അടി സാർ. आदि ഒന്ന് साका പൊക്കിക്കേ. ദേ അയാളെ വിളി. സാറേ ഒന്ന് പൊക്കിക്കേ. ആ. क्या बात है मजेदार ये मास इंटरवल सीन था और हमने ये सीन जो है मैंने मुस्कान ने हमने पहले देखा हुआ है लेकिन ये था कि भाई ये जो सीन था एक इसको अल्टरनेट अकेले में देखना और यहाँ पे पूरी मूवी के साथ देखना ना बहुत ज़्यादा समझ आया था बिकॉज इसमें ये समझ आया कि भाई कैसे उनके साथ सब चीज़ें हो रही थी और कैसे उन्होंने पुलिस को बेवकूफ़ बनाया और जब मैं पुलिस वालों को देख रही थी ना मुझे तो लग रहा था कि अभी ये पुलिस वाले सारे ईमानदार हो गए पर ऐसा बिल्कुल भी नहीं था वो इनके राइवल्स के साथ मिले हुए थे और दूसरी तरफ हमारी जो गोपिका है यार वो सच में देवी है देवी क्योंकि उन्होंने इनका सच घर पे नहीं बताया बिल्कुल और इसी के साथ यार इनके जो भाई जो बोल रहे थे यार उनके पास तो गाड़ी थी बंगला थी मुझे लगा ये सडनली इनको क्या हो गया पैसे क्यों नहीं आ रहे फिर जब मैंने जाके देखा पता चला यार उनकी तो हालत ही इतनी खराब है भाई आप लोग को सीन कैसे लगा कमेंट में जरूर बताएगा जैसे लाइक करते जाए कमेंट करते जाए शेयर करते जाए और सब्सक्राइब करिए बाय